വെളിപ്പെടുത്തുന്നത്. ബിക്കോസ് there is only one reason, is holy. Holiness is the essence and nature of God in heaven. വിശുദ്ധി ദൈവത്തിന്റെ ഒരു അടയാളമാണ്. ഇന്ന് ഈ വിശുദ്ധിയുള്ള ദൈവത്തിനെ ആരാധിക്കുമ്പോൾ, അവന്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതുകൊണ്ടാണ് 1 പത്രോസ് ലേഖനത്തിൽ ദൈവവചന ഇപ്രകാരം ഓർപ്പിക്കുന്നത്, ബി ഹോളി ആസ് ഐ ആം ഹോളി. അത് മാത്രമേ ഉള്ളൂ പറയാൻ. വീഴ്ചകളും കുറവുകളും നിറഞ്ഞിരിക്കുന്ന നമ്മളെ ആ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് വിശുദ്ധനായ ദൈവം ഉള്ളതുകൊണ്ടാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതുകൊണ്ടാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞത്, ഞാൻ പോയതുപോലെ ഇവ തീരെ താല്പര്യമില്ല. കാരണം ഇതെല്ലാം ഇട്ടിട്ട് പോണ്ടേ, നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ഒരു കൂട്ടറുണ്ട് ഒരുങ്ങി നിൽക്കുന്നവർ കേട്ടോ. അവൻ മേഘാരൂഢനായി അവൻ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശയാണ്, അവൻ പോയതുപോലെ മടങ്ങി വരും. നമുക്കും ആ കൂട്ടത്തിൽ ചേരണം, നമുക്കും ആ കൂട്ടത്തിൽ ചേർക്കപ്പെടണം. എനിക്ക് തോന്നുന്നു വിരോധമില്ല എങ്കിൽ, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഈ പാട്ട് ആരാധനയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand up? Shall we all stand up? നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രയാസമുള്ളവർക്ക് ഇരിക്കാം. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ പോവാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട രാജീവ് ബ്രദറും പ്രിയപ്പെട്ട മേഴ്സി സിസ്റ്ററും വന്ന് ഈ പാട്ട് ലീഡ് ചെയ്യുന്നതായിരിക്കും. വളരെ പരിചയമുള്ള പാട്ട്. നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. എല്ലാവരും വലതുകരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. കൈകൾ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്കുക. കൈകളില്ലാത്തവർ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. കൈകൾ ഉള്ളവർ ദൈവത്തിന് മുമ്പിൽ എളിമയോട് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. വെരി ഗുഡ്. നമ്മൾ പിശുക്ക് കാണിക്കാൻ നമ്പർ 1 ആണ് മലയാളികൾ. കാരണം നമ്മളെല്ലാ കാര്യങ്ങളിലും പിശുക്ക് കാണിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും പിശുക്ക് കാണിക്കുന്നവരാ ആകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ജീവിക്കുവാനുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ നമുക്കുള്ളത്. മരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ അവിടെ ജോലി? എന്താ? ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ജോലിയും അവിടെ ഇല്ല. അപ്പോൾ ആ ജോലി ഇവിടെ വെച്ച് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് പറഞ്ഞേ, ശക്തിയോട് പറഞ്ഞേ. പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. സർവസൈനാധിപനായ, സർവശക്തനായ, 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനായ യേശുവിന്റെ തേജസ്സിന്റെ മഹാപ്രഭാവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനമാണ്. ഒത്തിരിയേറെ പാടി തഴമ്പിച്ച ഗാനമാണ്. പക്ഷേ വലിയ മഹത്വം ഒളിമങ്ങാതെ ഇന്നും വിളങ്ങി നിൽക്കുന്ന ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു ഗാനമാണ്. പരിശുദ്ധൻ മഹോന്നത ദൈവം. പാടികേ. പരിശുദ്ധൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, പരമെങ്ങും വിളങ്ങും സൈന്യം സ്തുതിക്കുന്ന സർവ്വലോക. ഒന്നുകൂടെ കോഴ്സ് വായിച്ചേ. പരിശുദ്ധൻ മഹോന്നത ദൈവം. പാടികേ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിക്കും
വലതുകരം ഉയർത്തി ലോകനാഥൻ ഹല്ലേലൂയ ആമേൻ. പരമപരിശുദ്ധനെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. മാലാഹബന്ധങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. വലതുകരം ഉയർത്തി എല്ലാം മറന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, ദൈവിക തേജസ്, ദൈവത്തിന്റെ മഹാശക്തി ഇറങ്ങുന്ന സമയമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട ജനമേ, വിശ്വാസത്തോടെ അവന്റെ മക്കളിലേക്ക് ഹൃദയങ്ങളും ചിന്തകളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവനത്ഭുതമന്ത്രിയം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹ. പഠിക്കേ. അവനത്ഭുതമന്ത്രിയം ദൈവം, ഉന്നതദേവൻ, ഉന്നതദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹ. മാലാഖമാരോട് ചേർന്ന് പാടാം. ദൈവത്തെ പാടി ആരാധിക്കുന്ന
അവനാർക്കും കടക്കാരല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ദൈവമാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ഉയർത്താം, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാവില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമില്ല, അവനെ പോലാരാവില്ല. ഹല്ലേലൂയ. കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് ചേർന്ന് കരമടിച്ച് ആ പരമപരിശുദ്ധനായ ദൈവത്തെ ലജ്ജ കൂടാതെ കരമടിക്കാം. എല്ലാവരും ചേർന്ന് പ്രൈസ് ദി ലോർഡ്.